കസ്റ്റമർ കംപ്ലൈൻറ്റ് ഫ്യൂൽ സ്മെല്ലായിട്ട് വന്നൊരു പോളോ GT ആണ്. ഇതിൻ്റെ അണ്ടർ ബോഡി ഗാർഡ് അടിച്ച് വരുന്ന ടൈമിൽ ഫ്യൂൽ ലീക്കാണ്. ആ ഫ്യൂൽ ലൈൻ റീപ്ലേസ് ചെയ്യാനായിട്ട് ആ ഹോസിലെ കണക്റ്റിൽ ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് പുള്ള് ചെയ്താൽ മതി. അതേപോലെ തന്നെ മറ്റേതും ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് പുള്ള് ചെയ്താൽ അത് റിമൂവ് ആയി കിട്ടും. അതിനുശേഷം ആ ഹോൾഡറിൽ നിന്ന് ആ 2 ഹോസും അങ്ങ് പിടിപ്പിക്കണം. മറ്റേ ഹോസും അതേപോലെ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്തെടുത്ത് അത് ഇളകി വരും. അതിനുശേഷം അണ്ടർ ബോഡിയിൽ ടാങ്കിൻ്റെ സൈഡിൽ 2 ഹോസ് കണക്ട് ചെയ്യുന്നുണ്ട്. ആ കണക്ടറും ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് പുള്ള് ചെയ്യണം. മറ്റേ ഹോസ് കണക്ട് ചെയ്യാൻ അത് ഫിൽറ്ററിലാണ് വരുന്നത്. അത് ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് പുള്ള് ചെയ്തെടുക്കണം. അപ്പോൾ അതും റിമൂവ് ആയി കിട്ടും. അതിനുശേഷം ആ ഹോൾഡേഴ്സ് ഉണ്ട്, ഹോൾഡേഴ്സിൽ നിന്ന് ഹോസ് പിടിപ്പിക്കണം. അതിനുശേഷം ഹോസ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഇതാണ് പുതിയ ഹോസ്. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ആദ്യം ആ ഹോളിൽ കൂടെ ഹോസ് ഫുള്ളായിട്ട് അകത്തേക്ക് കയറ്റി വേണം. അപ്പോഴേ നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്ത് ആ ഭാഗത്തേക്ക് കിട്ടും. താഴെ ടാങ്കിന് സൈഡിൽ ഒരെണ്ണം ഫിൽറ്ററിലും കണക്ട് ചെയ്യണം, ഒരെണ്ണം മറ്റേ ഹോസിലും കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ ഡെമ്മി റിമൂവ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് കയറ്റിയാൽ മതി. അത് ലോക്കായിക്കോളും. അതിനൊക്കെ ഇപ്പുറത്ത് ജസ്റ്റ് പ്രസ് ചെയ്ത് കയറ്റിയാൽ മതി, അത് ലോക്കായിക്കോളും. അതിനുശേഷം ആ ഹോൾഡർ ജസ്റ്റ് അതിനകത്തോട്ട് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് ടൈറ്റായിരിക്കും. മുകളിലത്തെ ആ കവർ ജസ്റ്റ് 2 ഹോസിൻ്റെ റിമൂവ് ചെയ്യണം. അതിനുശേഷം അത് ജസ്റ്റ് ആ ഹോസ് എടുത്ത് പ്രസ് ചെയ്യുമ്പോഴേ അത് കണക്റ്റ് ആയിക്കോളും, ലോക്കായിട്ടുള്ളത്. ഇപ്പോഴത്തെ അതിനൊക്കെ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് കയറ്റുമ്പോഴത്തേക്ക് ലോക്കാവും. പിന്നെ ഈ ഫ്യൂല് ലോഡ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഫ്യൂൽ ലോഡ് ചെയ്യുന്ന ജസ്റ്റ് ഇഗ്നീഷൻ ഓണാക്കി ഓഫാക്കിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ലീക്ക് ഉണ്ടായില്ലെന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന ടൈമിൽ ലീക്കൊന്നും കാണിക്കുന്നില്ല. ആ ഗാർഡും ഫിക്സ് ചെയ്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്.